ഹിന്ദി സിനിമ റിവ്യൂ ചെയ്യുന്ന വ്യക്തി മാർക്കോ സിനിമ കണ്ടിട്ട് സിനിമയെ പറ്റി പറയുന്നത് ഒന്ന് കേൾക്കൂ. साउथ की इस फिल्म ने मचा रखे हैं बॉक्स ऑफिस पर धमाल। हाल ही में रिलीज हुई वरुण धवन की बिगेस्ट फिल्म बेबी जॉन जैसी फिल्म को भी पीछे पछाड़ दिया है पैसे कमाने के मामले में। जो भी इस फिल्म को सिनेमा घरों में देखकर आ रहा है वो सिर्फ और सिर्फ इसके एक्शन के बारे में बात कर रहा है। इसमें इस लेवल का एक्शन दिखाया कि एनिमल, जवान, पठान, किल, सलार जैसी फिल्में तो कुछ भी नहीं है इसके आगे यार, रद्दड़ है। इतना गॉड लेवल का एक्शन दिखाया है। चाहो तो आप ट्रेलर पर चेक करके देख लो। जी हाँ, तो मैं बात कर रहा हूँ मलयालम फिल्म मार्को की। ആറ്റ്ലി നിർമ്മിക്കുകയും വരുൺ ധവാൻ അഭിനയിക്കുകയും ചെയ്ത ബേബി ജോൺ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകർ കുറവായതുകൊണ്ട് മാറ്റുകയും അതിനെ തുടർന്ന് ആ സ്ക്രീനുകളിൽ മാർക്കോ റീപ്ലേസ് ചെയ്ത് വന്ന കാര്യവും ഒക്കെ റിവ്യൂവർ പറയുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന ചിത്രമാണ് മാർക്കോ എന്നും ഉണ്ണി മുകുന്ദനാണ് മാർക്കോയിലെ നായകനെന്നും ഒക്കെ റിവ്യൂവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ ആക്ഷൻ സീൻസ് സലാർ, കില്ല്, പത്താൻ തുടങ്ങിയ സിനിമകളോടൊപ്പം ആനിമൽ തുടങ്ങിയ സിനിമകളെക്കാൾ മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിൽ ഉള്ളതെന്നും ഈ റിവ്യൂവർ പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ചെന്ന് പേരെടുക്കുവാൻ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് പോയവരിൽ മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഇവരുടെ ചിത്രങ്ങൾ, ഇവരഭിനയിച്ച ചിത്രങ്ങൾ വളരെ ചുരുക്കമാണെങ്കിൽ കൂടി എല്ലാ ചിത്രങ്ങളും മികച്ച ചിത്രങ്ങളായിരുന്നു. എന്നിട്ടും അവർക്ക്, ഈ നോർത്തിലുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ട്. അന്യഭാഷാ നടന്മാരെ അംഗീകരിക്കാൻ അവർക്ക് വലിയ മടിയാണ്. അവർക്ക് അവരുടെ നടന്മാരാണ് വലിയ നടന്മാർ. മറ്റുള്ളവരെ കുറിച്ച് അവർ ചിന്തിക്കുന്നുമില്ല, അവരെ അംഗീകരിക്കാനും അവർ തയ്യാറല്ല. നോർത്ത് ഇന്ത്യക്കാർ അവരുടെ നടന്മാരെ മാത്രം മികച്ചവരായി കാണുകയും മറ്റുള്ളവരെ അവർ അംഗീകരിക്കാൻ മടിയും കാണിക്കുന്ന ഒരു വേളയിൽ, അങ്ങനെ ഒരു അവസരത്തിൽ ഈ നമ്മുടെ മലയാള നാട്ടിൽ നിന്ന് ഒരു 30 കോടി ബഡ്ജറ്റിലുള്ള ഒരു ചിത്രവുമായി ഈ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുകയും അവിടുത്തെ സ്ക്രീനുകളിൽ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങൾ മാറ്റുകയും പകരം ഈ സിനിമ റീപ്ലേസ് ചെയ്യുകയും ചെയ്തിട്ട് ആ ചിത്രത്തിലെ അഭിനയത്തിനെക്കുറിച്ചും ആ ചിത്രത്തിൻ്റെ ആക്ഷൻ സീൻസിനെക്കുറിച്ചും ഒക്കെ അംഗീകരിക്കുന്ന തരത്തിൽ ഈ നോർത്ത് ഇന്ത്യയിലുള്ള റിവ്യൂവേഴ്സ് പറയുന്നത് ഈ സിനിമയുടെ ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് കാണേണ്ടത്. 90കളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ, ആ സമയത്ത് വടക്കൻ വീരഗാഥ പോലെ, ന്യൂഡൽഹി പോലെ ഒക്കെ ഉള്ള വലിയ ചിത്രങ്ങളിൽ അഭിനയിച്ച് പേരെടുത്ത, ദേശീയ അംഗീകാരം വരെ നേടിയ ഒരു നടനാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടി. അദ്ദേഹം 90കളിലാണ് ഒരു ഹിന്ദി ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നൊരു വാർത്ത വരികയും ആ ചിത്രം ധർത്തിപുത്ര എന്ന പേരിൽ പ്രദർശനത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ധർത്തിപുത്ര എന്ന ചിത്രത്തിൽ ഒരുപാട് ഗാനങ്ങളും ഒക്കെ ഉള്ള ഒരു ചിത്രമായിരുന്നു. അതിൽ മമ്മൂട്ടി ഒരു ജയിലറുടെ വേഷമാണ് അതിൽ ചെയ്തത്. ഈ ഗാനങ്ങളിൽ ഒരു ഗാനത്തിൽ മമ്മൂട്ടി നൃത്തം തനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഭംഗിയായി അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ നൃത്തം ചുവടുകളും അതിൽ വയ്ക്കുന്നുണ്ട് ഈ പാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയായിരുന്നു ഈ ധർത്തിപുത്ര എന്ന ചിത്രം. നദീം ശ്രവണിൻ്റെ സംഗീതത്തിൽ വന്ന പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. സിനിമ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നില്ലെങ്കിൽ കൂടി സിനിമ കണ്ടിരിക്കാൻ ഒരു കച്ചവട സിനിമയുടെ എല്ലാ ചേരുവകളും ഒത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു ധർത്തിപുത്ര എന്ന മമ്മൂട്ടി ചിത്രം. അപ്പോൾ ആ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം കൂടെ അഭിനയിച്ച നടനാണ് ഋഷി കപൂർ. ഈ ചിത്രം 1990 SL തിയേറ്ററിൽ, അന്ന് തിരുവനന്തപുരത്ത് 4 തിയേറ്ററുകൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, അതിൽ SL തിയേറ്ററിൽ ഒന്നിലാണ് ഈ ധർത്തിപുത്ര എന്ന ചിത്രം വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ക്ലാസ് കട്ട് ചെയ്ത് നമ്മൾ ധർത്തിപുത്ര കാണാൻ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നമ്മൾ റോഡിലൊക്കെ ഉള്ള പോസ്റ്ററുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ മമ്മൂട്ടിയാണ് നായകൻ. പക്ഷേ മമ്മൂട്ടിയുടെ ചിത്രം ആ പോസ്റ്ററുകളിൽ പലതിലും കാണാനില്ലായിരുന്നു. ഋഷി കപൂറാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് നോർത്തിലെ ഉള്ളവർക്ക് ഈ സൗത്തിലെ ഉള്ള നടന്മാരെ അംഗീകരിക്കാൻ വലിയ പാടാണ്. അതിനി വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും അവരുടെ നടന്മാരെ മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയുള്ളൂ. അത് അവരുടെ നോർത്തുകാരുടെ ഒരു മനോഭാവമാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു മനോഭാവം മറ്റു ഭാഷാ നടന്മാരോട് ഇങ്ങനെയാണെന്നിരിക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് മലയാളത്തിൽ നിന്ന് മാർക്കോ എന്ന 30 കോടി ചിത്രം ഈ നോർത്ത് ഇന്ത്യയിൽ റിലീസാവുന്നത്. അവർ അത് കണ്ടിട്ട് അതിലെ അഭിനയത്തിനെക്കുറിച്ചും അതിലെ ആക്ഷൻ സീൻസിനെക്കുറിച്ചും എടുത്തിരിക്കുന്ന രീതിയെക്കുറിച്ചും പറയണമെങ്കിൽ തികച്ചും അതൊരു ഉത്തമ കലാസൃഷ്ടിയായി അവർക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ്. അവർ ആരെയും അംഗീകരിക്കാത്തവരാണ്. പക്ഷേ ഇതിൽ ഈ സിനിമ കണ്ട് അവർ പറയുന്നത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടിരുന്നു പോകും. കാര്യം അത്തരത്തിലാണ് ആ റിവ്യൂവർ മലയാള സിനിമയായി മാർക്കോയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഹനീഫ് അദേനിയുടെ വിജയമാണ്, നടനായി അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ്റെ വിജയമാണ്, മലയാളത്തിൻ്റെ വിജയമാണ്, മലയാളിയുടെ വിജയമാണ്.